നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ പ്രിയങ്കേ, എഴുന്നേറ്റ് വാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. അത് പറ്റില്ല, എഴുന്നേറ്റ് വരാനാ പറഞ്ഞത്. അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അമ്മയ്ക്ക് താലോലിക്കേണ്ടത് ചേച്ചിയല്ലേ? അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ട ചേച്ചിക്കല്ലേ? പോയി ചേച്ചിയെ വിളിച്ചോ. മോളെ അമ്മേ, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തിൽ ചേച്ചി വ്യക്തമായ ഒരു തീരുമാനം എടുക്കാതെ ഞാൻ കണിമംഗലത്തേക്ക് മടങ്ങി പോവില്ല. മോളെ എന്താ നീ പറയുന്നേ? പോവില്ല എന്ന് പറഞ്ഞാ പോവില്ല. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഭാരമാണെങ്കിലേ ഞാൻ എന്തെങ്കിലും ചെയ്ത് ചത്തോളാം. അമ്മേ, ഇവളുടെ വാശി കണ്ടോ? അവള് വാശി കാണിക്കുന്നതിൽ എന്താ തെറ്റ്? നീ ഇപ്പോഴും നിന്റെ വളർത്തു സന്തതിയുടെ കൂടെ അല്ലേ? ആശ കൊടുത്ത് എല്ലാം ചെയ്തതിനു ശേഷവും നീ ഇവളെ ചതിക്കല്ലേ? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാന്ന് അമ്മ ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്ത് പരിഹാരം ഉണ്ടാക്കാവുന്ന? ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അവളാ, ആ രാധിക. അവളെ വിളിക്ക്, അപ്പ വന്ന് കഴിച്ചോളൂ. ദേവേട്ടൻ വല്ലതും കേട്ടോ? കേട്ടു. ഞാൻ രാധിക മോളെന്ന് വിളിക്കാം. രാധികേ, രാധികേ. ദേവാ, ഈ കാര്യത്തിൽ നിന്റെ ഉറച്ച തീരുമാനമാ വേണ്ടത്. അവള് ഈ അവസരം പ്രിയങ്ക മോൾക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കണം അവളെ. എന്താ? പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നില്ല. അവളിനി തിരിച്ച് കണിമംഗലത്തേക്ക് പോകുന്നില്ലെന്നാ പറയുന്നത്. മോളെ, അച്ഛൻ പറഞ്ഞ ഒരു കാര്യവും എന്റെ മോൾ ഇന്നുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് പ്രിയങ്ക ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ നീയും ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ അത് നമ്മുടെ കുടുംബത്തിന്റെ ആഗ്രഹമല്ല. ഈ കുടുംബം തകരാതെ നോക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് എന്റെ മോള് ഈ അവസരം പ്രിയങ്ക മോൾക്ക് വിട്ടുകൊടുക്കണം. എന്താടി, പറ്റില്ലേ നിനക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.